വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങിയുള്ള യാത്ര വെറുതെ ആയില്ല എന്ന് തോന്നിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. വെളുപ്പിന് 3 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹസ്ബൻഡിൻ്റെ നാടായ കരുനാഗപ്പള്ളിയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് നല്ലൊരു സ്ട്രോങ് ചായയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. തലേദിവസമാണ് കേട്ടോ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് ഉറപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ സ്ഥലത്ത് നേരത്തെ വന്നില്ല എന്ന കുറ്റബോധമാണ് മനസ്സിലുണ്ടായത്. പലവട്ടം ഇതിലൂടെ പോയിട്ടും എന്തുകൊണ്ട് എനിക്കിവിടെ കയറാൻ തോന്നിപ്പിച്ചില്ല എന്നാണ് ഞാൻ ആലോചിച്ചത്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുടെ കുട്ടിക്കാലം കാണുക എന്നുള്ളത് തന്നെ ഒരു അനുഗ്രഹമല്ലേ. ഇത് അമ്പലപ്പുഴ ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ്റെ ബാലപ്രതിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ വെണ്ണയും ലോക പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെയാണ് കേട്ടോ പ്രത്യേക വഴിപാടുകൾ. കൃഷ്ണൻ ഏറെ ഇഷ്ടപ്പെട്ട താമരയും നെയ്യൊക്കെ ഞാൻ വാങ്ങിച്ചു. ശരീരം നിറയെ ചന്ദനമൊക്കെ ചാർത്തി ഒരു കുഞ്ഞു കൃഷ്ണൻ അകത്തിരിപ്പുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത് ആലപ്പുഴയിലെ ഗുരുവായൂർ എന്നാണ് ഈ അമ്പലം പ്രസിദ്ധി ആർജിച്ചതെന്ന്. ഇതിൻ്റെ സ്റ്റോറിയും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭഗവാൻ ശ്രീകൃഷ്ണൻ രാജാവിനോട് ചെസ്സ് കളിയിൽ ജയിച്ചപ്പോൾ ഓരോ അരിപ്പൊടിയും ഇരട്ടിയാകുന്ന രീതിയിൽ നെല്ല് കൊടുക്കാമോ എന്ന് ചോദിച്ചു അത്രേ. രാജാവിന് അത് സാധിക്കാതിരുന്നുകൊണ്ട് തന്നെ അതിന് പകരമായി ദിവസേന പാൽപ്പായസം ഭക്തർക്ക് നൽകണമെന്ന് കൃഷ്ണൻ നിർദ്ദേശിച്ചു. അത് ഇന്ന് വരെ അവിടെ നടപ്പാക്കി വരുന്നു. പിന്നെ ഈ പാൽപ്പായസം കഴിക്കാനുണ്ടല്ലോ ഗുരുവായൂരപ്പൻ ദിവസവും ഉച്ചപൂജയ്ക്ക് എത്താറുണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ശരിയാവും, പുള്ളി നല്ല മധുരത്തിൻ്റെ ആളായിരുന്നല്ലോ. ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമസ്വാമിയുടെയൊക്കെ അമ്പലത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് കേട്ടോ മീനൂട്ട്. ഒത്തിരി മീനുകളുണ്ടാവും. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഫുഡും ഉണ്ടാവും. നമുക്കിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കാം. ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷത്തിലെ പ്രാവുകൾ കൂടുകൂട്ടുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ചില അമ്പലങ്ങളിൽ പോയാലുണ്ടല്ലോ അവിടുത്തെ സമാധാന അന്തരീക്ഷമൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. എന്തായാലും തൊഴുതിറങ്ങിയപ്പോൾ വല്ലാത്തൊരു സുഖവും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണയും കിട്ടി. അതൊക്കെ കഴിച്ച് ഞാനിങ്ങനെ അമ്പലക്കുളത്തിന് ചുറ്റും നടന്നു. ഭഗവാന് പ്രിയപ്പെട്ട താമര സമർപ്പിച്ചു, തുളസിമാല കൊടുത്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ മീനുകൾക്കൊക്കെ കുറച്ച് തീറ്റയും കൊടുത്തു. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഒരു ഇളനീരൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇനി ഇവിടെ വരണമെന്ന് തന്നെയാണ് മനസ്സിൽ. നമ്മൾ ഏറെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട സുഖമുണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സ് നിറയെ.